CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കൂറ്റനാട് ബൈക്കും ക്വാളിസുമായി കൂട്ടിയിടിച്ച് CCTV റിപ്പോർട്ടർക്ക് പരിക്ക്. റിത്താല ബ്യൂറോ റിപ്പോർട്ടർ ശിവപ്രസാദിനാണ് പരിക്കേറ്റത്. കൂറ്റനാട് സെന്ററിലായിരുന്നു അപകടം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേച്ചേരി മേഖലാ സമ്മേളനം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നടക്കും. ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് വിളംബര ഘോഷയാത്രയോടെ സമ്മേളനത്തിന് തുടക്കമാകും. പുന്നയൂർ കുഴിങ്ങരയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. കൊച്ചന്നൂർ മന്നലാംകുന്ന് റോഡിൽ കുഴിങ്ങര രവി റോഡ് ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം. മദ്യവിമുക്ത നാടെന്ന സ്വപ്നത്തിലേക്ക് നാട് ചുവടുവെക്കുന്നതായി ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ. വേലൂർ പഞ്ചായത്തിലെ കുട്ടികളുടെ ഗ്രാമസഭ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. സമ്പദ്ഘടനയ്ക്ക് ഉണർവ് നൽകുന്ന പ്രവാസികളെ ഒരു സർക്കാരിനും അവഗണിക്കാനാവില്ലെന്ന് ET ടൈസൺ MLA. പ്രവാസി ഫെഡറേഷൻ ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് കൺവെൻഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. കാട്ടകാമ്പാൽ സ്രായിക്കടവ് മേഖലയിൽ അടയ്ക്ക മോഷണം വ്യാപകമാകുന്നു. സ്രായിക്കടവ് റോഡിൽ പകിടപ്പറമ്പിൽ വിജയന്റെ വീട്ടിൽ നിന്നാണ് ഞായറാഴ്ച രാത്രി വീട്ടുമുറ്റത്ത് ഉണക്കാനിട്ടിരുന്ന 3 ചാക്കോളം അടയ്ക്ക മോഷണം പോയത്. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന മഹാരുദ്രയജ്ഞത്തിന്റെ ഭാഗമായുള്ള ദേശീയ സെമിനാറിന് തുടക്കമായി. കൈലാസം ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച സെമിനാർ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഇനിയും സഹിക്കണോ ഈ കേന്ദ്രാവഗണന എന്ന മുദ്രാവാക്യമുയർത്തി DYFI ജനുവരി 20-ന് സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണ കാൽനട ജാഥ സംഘടിപ്പിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ വടക്കേ പടിപ്പുര മാളിക നവീകരിക്കുന്നു. മാളിക കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായതിനാലാണ് പഴമ ഒട്ടും നഷ്ടപ്പെടാതെ നവീകരിക്കുന്നത്. +1 കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായി ചാവക്കാട് BRC ഹാളിൽ ത്രിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അഷിത ഉദ്ഘാടനം ചെയ്തു. ഇനിയും സഹിക്കണോ ഈ കേന്ദ്രാവഗണന എന്ന മുദ്രാവാക്യമുയർത്തി DYFI ജനുവരി 20-ന് സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം ചൂണ്ടൽ മേഖലാ കമ്മിറ്റി കാൽനട ജാഥ സംഘടിപ്പിച്ചു. ജീവ ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ സൈക്കിളോട്ട മത്സരം നടത്തി. തിരൂർ പ്രകൃതി ഗ്രാമം ഡയറക്ടർ ഡോക്ടർ PA രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചാലിശ്ശേരി പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 2022-23 വർഷത്തെ വാർഷിക പൊതുയോഗം നടന്നു. ക്ലബ്ബ് പ്രസിഡന്റ് NT ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ക്ലബ്ബ് രക്ഷാധികാരി ഉണ്ണി മങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം സൗജന്യ ഗ്യാസ് കണക്ഷനുകൾ നൽകി. പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂർ വാർഡിലെ അർഹരായ കുടുംബങ്ങൾക്കാണ് ഗ്യാസ് സിലിണ്ടറും സ്റ്റൌവും നൽകിയത്. കുന്നംകുളം തെക്കേയങ്ങാടി സെന്റ് മത്യാസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിലെ ദനഹ പെരുന്നാൾ ആഘോഷം ഭക്തിനിർഭരമായി സമാപിച്ചു. 4 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ദൈവസഭ കുന്നംകുളം സെന്ററിന്റെ 48ാമത് കൺവെൻഷൻ സമാപിച്ചു. ജനുവരി 4 മുതൽ 7 വരെ പോർക്കുളം രഹബത്ത് സെന്ററിലായിരുന്നു കൺവെൻഷൻ. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ മഹാരുദ്രയജ്ഞത്തോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടികളിൽ ഗംഗാ ശശീധരൻ വയലിനിൽ നാദക്കുളിർമഴ തീർത്തു. ആസ്വാദകരുടെ മനം നിറച്ച വിസ്മയ പ്രകടനമാണ് ഗംഗാ ശശീധരൻ കാഴ്ചവെച്ചത്. പെങ്ങാമുക്ക് മൂലേപ്പാട് ബസേലിയോസ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പുത്തൻ പള്ളിയിൽ ഇടവക ദിനം ആഘോഷിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.